ലോകത്ത് എല്ലാത്തിലും ഒരു പ്ലെയർ ആദ്യം 5 തന്നെ വരാറില്ല. 1-ൽ 5-ലുള്ള ഹസാർഡ് ഗോളിൽ 10-ൽ പോലും വരാറില്ല. ഗോളിൽ 5-ലുണ്ടാവുന്ന റൊണാൾഡോ ഡ്രിബിളിൽ 10-ൽ പോലും വരാറില്ല. ഇത് എല്ലാത്തിലും 10 വർഷത്തെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോറർ മെസ്സി, അസിസ്റ്റ് പ്രൊവൈഡർ മെസ്സി, ചാൻസ് ക്രിയേറ്റർ, ഡ്രിബിളർ, വെയിറ്റ് ടേക്കർ എല്ലാം മെസ്സിയാണ്. എല്ലാത്തിലും 1-ാം സ്ഥാനമാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിനോട് നിങ്ങൾ സ്റ്റാറ്റസ് കൊണ്ടൊന്ന് കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് ഒരു തന്റേട് ഉണ്ടെങ്കിൽ, നിങ്ങൾ പിടിച്ച പ്ലെയറിന് അത്ര സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. റൊണാൾഡോ UCL ടോപ്പ് സ്കോറാണ്, ഓക്കെ, അംഗീകരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടുവന്ന് മെസ്സിക്കുള്ളത് ഞങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് ആരാണ് മികച്ചത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ മെസ്സിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, മെസ്സി ഒറ്റ ക്ലബ്ബ് കളിച്ചിനോ, റൊണാൾഡോ വേറെ ക്ലബ്ബ് പോയിട്ടുണ്ട്, മെസ്സിക്ക് ഒറ്റ ഭാര്യയിലല്ലേ മക്കളുള്ളൂ, റൊണാൾഡോക്ക് 3 ഭാര്യയിൽ മക്കളില്ലേ. ഇതൊന്നും ഒരു ന്യായമല്ല. റൊണാൾഡോ പോയിട്ട് ഇവിടെ പന്ത് ചെറുതാണ്, ഫ്രീക്ക് ബോക്സിൽ കയറുന്നില്ല, പാസ് കൊടുക്കാൻ ആളില്ല, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും അവാർഡൊന്നും കിട്ടൂല. പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ബാലൻ ഡിയോറും ഗോൾഡൻ ബൂട്ടൊക്കെ അങ്ങ് കിട്ടും. റൊണാൾഡോക്ക് കിട്ടിയിട്ടുണ്ട് 5 പ്രാവശ്യം. അപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, അത് അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ന്യായം പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പൊ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഗോൾ റേഷ്യോ ആയിരിക്കാം 150 മാച്ച് കുറവാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. 150 മാച്ച് കളിച്ച മെസ്സി 120 ഗോൾ അടിക്കും. 100 ഗോൾ റേഷ്യോ കൂടുതൽ തന്നെയാണ്. അസിസ്റ്റ് കൂടുതലാണ്, ഗോൾഡൻ ബൂട്ട് കൂടുതലാണ്, ബാലൻ ഡിയോർ കൂടുതലാണ്. പ്ലേ മേക്കർ അവാർഡ് റൊണാൾഡോക്ക് കിട്ടാത്ത പ്ലേ മേക്കർ അവാർഡ് മെസ്സിക്ക് 4 ഉണ്ട്. 3 വർഷം ബാക്കിലാണ് കളിച്ചത്, 3 വർഷം കുറവാ, 3 സീസൺ കുറവാ, 150 മാച്ച് കുറവാ.